ആസ്ട്രസെനഗയുടെ കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ഗുരുതര പാർശ്വഫലങ്ങളുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്ത്യൻ നിർമ്മിത വാക്സിനായ കോവാക്സിനും പാർശ്വഫലങ്ങളുണ്ടെന്ന് പഠന റിപ്പോർട്ട്. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. അന്താരാഷ്ട്ര മെഡിക്കൽ ജേണലായ സ്പ്രിംഗർ നേച്ചറിലാണ് ഇതു സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത്. വാക്സിൻ സ്വീകരിച്ച 926 പേരിലാണ് ഗവേഷകർ പഠനം നടത്തിയത്. ഇതിൽ 635 കൗമാരക്കാരും 291 മുതിർന്നവരും ഉൾപ്പെടുന്നുണ്ട്. 50% പേർക്ക് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷമുള്ള ഒരു വർഷത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. പ്രധാനമായും ശ്വസനനാളിയുടെ മുകൾ ഭാഗത്തായി ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. 304 കൗമാരക്കാർക്കും 124 മുതിർന്നവർക്കും ഈ അസുഖം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. വാക്സിൻ സ്വീകരിച്ചവരിൽ 1% പേർക്കാണ് ഗുരുതരമായ പാർശ്വഫലം കണ്ടെത്തിയത്. പക്ഷാഘാതം, ഗില്ലൻ ബാരി സിൻഡ്രോം എന്നിവയാണ് ഒരു വർഷത്തിനിടെ ഇവർക്കുണ്ടായത്. ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, നാഡീസംബന്ധ അസുഖങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ് കൗമാരക്കാരിൽ കണ്ടുവരുന്നത്. നാഡീസംബന്ധ രോഗങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ, നേത്രരോഗങ്ങൾ തുടങ്ങിയവ ഒരു വർഷത്തിനുള്ളിൽ മുതിർന്നവരിലും ഉണ്ടായതായി പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്താൻ വിശദമായ ഗവേഷണങ്ങൾ ആവശ്യമാണെന്നാണ് വാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് പ്രതികരിച്ചതെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർശ്വഫലങ്ങൾ കണ്ടെത്തിയവരുടെ മുൻകാല അസുഖ വിവരങ്ങൾ ഉൾപ്പെടെ വിശകലനം ചെയ്യണം. കോവാക്സിൻ സുരക്ഷിതമാണെന്നത് സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ വിവിധ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് ഭാരത് ബയോടെക് ഇതിനോട് പ്രതികരിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ആസ്ട്രോസെനഗ വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത്. യൂറോപ്പിൽ ഉൾപ്പെടെ വാക്സെവരിയ എന്ന പേരിലാണ് ഈ വാക്സിൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡ് വാക്സിനേഷന്റെ തുടക്കകാലത്ത് ഇന്ത്യയിൽ കോവാക്സിനും കോവിഷീൽഡുമായിരുന്നു ലഭ്യമായിരുന്നത്.